ഹലോ, എല്ലാ കൂട്ടുകാർക്കും കുട്ടിക്കുറുമ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹിരോഷിമ നാഗസാക്കി ദിനവുമായി ബന്ധപ്പെട്ട് ക്വിസ് മത്സരങ്ങളിൽ ചോദിക്കാവുന്ന കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളായിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് കടക്കാം. ലോകത്താദ്യമായി അണുബോംബ് ഉപയോഗിച്ച യുദ്ധം? രണ്ടാം ലോക മഹായുദ്ധം. ലോകത്താദ്യമായി അണുബോംബ് ഉപയോഗിച്ച രാജ്യം? അമേരിക്ക. ലോകത്താദ്യമായി അണുബോംബ് പ്രയോഗിക്കപ്പെട്ട രാജ്യം? ജപ്പാൻ. ഉദയസൂര്യന്റെ നാട് എന്നറിയപ്പെടുന്നത്? ജപ്പാൻ. ജപ്പാനിലെ ഏതൊക്കെ നഗരങ്ങളിലാണ് അമേരിക്ക അണുബോംബ് വർഷിച്ചത്? ഹിരോഷിമ, നാഗസാക്കി. ജപ്പാനിൽ അണുബോംബ് വർഷിക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ആരായിരുന്നു? ഹാരി എസ് ട്രൂമാൻ. ബോംബാക്രമണത്തിനു ശേഷം ഹിരോഷിമ സന്ദർശിക്കുന്ന ആദ്യ അമേരിക്കൻ പ്രസിഡന്റ്? ബറാക് ഒബാമ. ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ച ദിവസം? 1945 ഓഗസ്റ്റ് 6. ഹിരോഷിമയിൽ വർഷിച്ച ലിറ്റിൽ ബോയ് എന്ന അണുബോംബ് നിർമ്മാണത്തിന് ഉപയോഗിച്ച മൂലകം? യുറേനിയം 235. ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച വിമാനത്തിന്റെ പൈലറ്റ്? പോൾ ഡബ്ല്യു ടിബറ്റ്. ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച വിമാനത്തിന്റെ പേര്? എനോള ഗേ. ലിറ്റിൽ ബോയ് എന്ന അണുബോംബിന്റെ നീളം? 3 മീറ്റർ. ലിറ്റിൽ ബോയ് എന്ന അണുബോംബിന്റെ ഭാരം? 4400 കിലോഗ്രാം. ഏതു തുറമുഖം ആക്രമിച്ചതിനെ തുടർന്നാണ് അമേരിക്ക ജപ്പാനിൽ അണുവായുധം പ്രയോഗിച്ചത്? പേൾ ഹാർബർ തുറമുഖം. നാഗസാക്കിയിൽ വർഷിച്ച അണുബോംബിന്റെ പേര്? ഫാറ്റ്മാൻ. അമേരിക്ക നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ച ദിവസം? 1945 ഓഗസ്റ്റ് 9. ബാറ്റ്മാൻ എന്ന അണുബോംബിന്റെ ഭാരം? 4670 കിലോഗ്രാം. ബാറ്റ്മാൻ എന്ന അണുബോംബിന്റെ നീളം? 3.3 മീറ്റർ. നാഗസാക്കിയിൽ വർഷിച്ച അണുബോംബ് നിർമ്മാണത്തിന് ഉപയോഗിച്ച സ്ഫോടക വസ്തു? പ്ലൂട്ടോണിയം 239. നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ച വിമാനത്തിന്റെ പൈലറ്റ്? ക്യാപ്റ്റൻ മേജർ സ്വീനി. നാഗസാക്കിയിൽ ബോംബ് വർഷിച്ച വിമാനത്തിന്റെ പേര്? ബോസ്കർ. അണുബോംബ് ആക്രമണത്തിന് ഇരയായിട്ടും ജീവിക്കുന്നവർക്ക് ജപ്പാനീസ് ഭാഷയിൽ പറയുന്ന പേര്? ഹിബാകുഷ. ഹിബാകുഷ എന്ന ജപ്പാനീസ് വാക്കിന്റെ അർത്ഥം? സ്ഫോടന ബാധിത ജനത. ആറ്റം ബോംബിന്റെ പിതാവ്? റോബർട്ട് ഓപ്പൺഹൈമർ. ലോകത്താദ്യമായി അണുബോംബ് പരീക്ഷിച്ചത് എവിടെയാണ്? മെക്സിക്കോയിലെ മരുഭൂമിയിൽ. ആദ്യത്തെ അണുബോംബ് പരീക്ഷണം അറിയപ്പെടുന്ന രഹസ്യ പേര്? ട്രിനിറ്റി. ആദ്യമായി ട്രിനിറ്റി ടെസ്റ്റ് നടത്തിയ വർഷം? 1945 ജൂലൈ 16. അണുബോംബ് വികസിപ്പിച്ചെടുക്കുന്നതിനുള്ള അമേരിക്കയുടെ പദ്ധതി? മാൻഹട്ടൻ പ്രൊജക്ട്. മാൻഹട്ടൻ പ്രൊജക്ടിന്റെ തലവൻ? റോബർട്ട് ഓപ്പൺഹൈമർ. ഇന്ത്യയുടെ ആദ്യ അണുബോംബ് പരീക്ഷണത്തിന് ബുദ്ധൻ ചിരിക്കുന്നു എന്ന് പേര് നൽകിയ വ്യക്തി? ഇന്ദിരാഗാന്ധി. ഇന്ത്യയുടെ ആദ്യ അണുബോംബ് പരീക്ഷണം നടന്ന സ്ഥലം? രാജസ്ഥാനിലെ പൊക്രാൻ. ഇന്ത്യൻ അണുബോംബിന്റെ പിതാവ്? രാജാ രാമണ്ണ. ഇന്ത്യൻ അണുശക്തിയുടെ പിതാവ്? ഹോമി ജെ ബാബ. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ വേദനകളും ദുരിതങ്ങളും അവതരിപ്പിച്ച കൃതി? ആൻ ഫ്രാങ്കിന്റെ ഡയറിക്കുറിപ്പുകൾ. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ കെടുതികൾ ഹൃദയസ്പർശിയായി അവതരിപ്പിച്ച ഒരു പെൺകുട്ടിയുടെ ഡയറി 1947 പ്രസിദ്ധീകരിക്കപ്പെട്ടു. ഏതാണ് ആ പെൺകുട്ടി? ആൻ ഫ്രാങ്ക്. ആൻ ഫ്രാങ്ക് തന്റെ ഡയറിയെ വിളിച്ച പേര്? കിറ്റി. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഏറ്റവും അവസാനമായി കീഴടങ്ങിയ രാജ്യം? ഉത്തരം ജപ്പാൻ. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാൻ ഭരണാധികാരി ആരായിരുന്നു? ഹിരാഹിറ്റോ. രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം ലോക സമാധാനത്തിനായി രൂപം കൊണ്ട സംഘടന? ഐക്യരാഷ്ട്ര സംഘടന. ഈ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. അടിയിലുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.